ചങ്ങാതിമാരെ ദേ മുട്ടയുടെ ഒരു കിടക്കാച്ചി ഐറ്റം കാണണോ ഒന്നും നോക്കണ്ട. നമ്മുടെ ചാനൽ ഷെഫ് നിബിദ് ആൽക്കമിസ്റ്റ് ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ട്, ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാത്തവരുണ്ട്, ലൈക്ക് കമൻറ്റുകൾ വാരി വിതറാൻ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കല്ലേ. നല്ല ഇതുപോലെ കിടക്കാച്ചി വീഡിയോകൾ ഉണ്ടാക്കി അങ്ങ് താർക്കാൻ ചങ്ങാതിമാരെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് കിടക്കാച്ചി ഐറ്റം കേട്ടോ. അപ്പോൾ ഒന്നും നോക്കില്ല, ദേ മാർക്കറ്റിൽ ചെന്ന് നമ്മുടെ ചങ്ങാതിയോട് പറഞ്ഞ് കുറച്ച് മുട്ട ഇങ്ങനെ ദേ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് പാക്ക് ചെയ്ത് സെറ്റാക്കി ഇങ്ങനെ തരാൻ പറയും. അപ്പോൾ ചങ്ങാതി ദേ വൈക്കോലൊക്കെ ഇട്ട് ദേ ഇതുപോലെ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് സെറ്റാക്കി തരുവാണ്. ആ സമയത്ത് ഇതെല്ലാം കൂടെ മേടിച്ച ശേഷം നേരെ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്ന പച്ചക്കറി കടയിലേക്ക് കേട്ടോ കുറച്ച് കൊറിയാണ്ടർ വേണം. കാരണം വീട്ടിൽ കൊറിയാണ്ടർ ഇല്ലാത്തതുകൊണ്ട് നേരെ പച്ചക്കറി കട ചെന്ന് ചങ്ങാതിയോട് പറഞ്ഞ് കുറച്ച് കൊറിയാണ്ടർ കൂടെ തരാമെന്ന് ചോദിച്ചാൽ അത് മേടിച്ച് നേരെ വെച്ച് പിടിപ്പിച്ച് വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ നേരെ വീട്ടിൽ ചെന്ന ശേഷം അടുത്ത കലാപരിപാടി എന്നറിയാമല്ലോ, നമ്മുടെ സ്റ്റൈലായിട്ട് ദേ ഇതുപോലെ തീ പിടിപ്പിക്കുക. തീ പിടിപ്പിച്ച ശേഷം ഇതുപോലെ പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം വെക്കുക. അതിനുശേഷം ലേശം ഉപ്പ് ദേ വാരി വിതറുക. അതിനുശേഷം ദേ ഇതുപോലെ മുട്ട സ്ലോ മോഷൻ ഇട്ട് ബോയിൽ ചെയ്യാൻ വെക്കുക. ആ സമയത്ത് നമ്മുടെ നല്ല കിടക്കാച്ച് ഹോംമെയ്ഡ് അച്ചാറുകളുണ്ട്. ബീഫ്, ചിക്കൻ, കേരമീൻ, ചെമ്മീൻ, മാങ്ങ, നാരങ്ങ, ഈന്തപ്പഴം, ഉണക്കസ്രാവ് അച്ചാർ, ബീഫ് ഇടിച്ചത്, കല്ലുമക്ക, കക്ക, ഇതുപോലെ വെറൈറ്റി ഉണ്ട്. മത്തിയൊക്കെ ഉണ്ട്. വേണ്ടവർ ദേ നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കിടമ്പോൾ വാട്സപ്പ് ഹായ് എന്ന് മെസ്സേജ് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ കുറേ ചോദിച്ചാൽ ഏറ്റുമാനോ കോട്ടയത്തുള്ളൊക്കെ ഡയറക്റ്റ് വന്ന് മേടിക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കേണ്ട ഏകദേശം ദേ മുട്ട പുഴുങ്ങി സെറ്റായി. അതിനുശേഷം ഇതുപോലെ ചട്ടി എടുക്കുക. ചട്ടിയിലേക്ക് ആവശ്യത്തിന് തൈര് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് തൈരൊക്കെ ഒഴിച്ച ശേഷം ദേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് തൈരൊക്കെ ഒഴിച്ച ശേഷം ഇവനെ നാട്ടിച്ച് പതപ്പിച്ച് ദേ നല്ല ക്രീമി കൺസിസ്റ്റൻസി ആക്കണം. എന്നാൽ ഓവർ വെള്ളമൊന്നും ചേർക്കല്ലേ. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം കുളമായിപ്പോൾ ഇതുപോലെ നാട്ടിച്ച് പതപ്പിച്ച് ദേ ഈ ഒരു ഫോം രൂപത്തിലും ഭാവത്തിലൊക്കെ ആക്കി ഇങ്ങ് എടുക്കുക എൻ്റെ ചങ്ങാതിമാരെ കണ്ടോ. അപ്പോൾ ഈ ഇവനൊന്ന് സെറ്റായി വരുമ്പോഴേക്ക് ഇവന് വേണ്ട ലേശം വെജിറ്റബിളുണ്ട്. അതായത് സവോള തിന്നായിട്ട് കുനുകുനാന്നരിഞ്ഞത്, അതായത് ഇതുപോലെ നീളത്തിൽ തിന്നായിട്ട് കുനുകുനാന്നരിഞ്ഞ സവോള വാരി വിതറുക. ആ സവോള വാരി വിതറിയ ശേഷം അവൻ്റെ മുകളിലേക്ക് കുനുകുനാന്നരിഞ്ഞ പച്ചമുളക് എടുത്തൊരു വാരി വിതറുക. ഉണ്ടോ നല്ല സ്റ്റൈലായിട്ട്. പച്ചമുളക് ഉണങ്ങിയ ശേഷം ദേ കൊറിയാണ്ടർ കുനുകുനാന്നരിഞ്ഞ ശേഷം കൊറിയാണ്ടറും കൂടെ എടുത്തിടുക. അതെല്ലാം കൂടെ ഇട്ട ശേഷം ഇതുപോലെ ഫോർക്ക് വെച്ച് ഇവനെങ്ങ് സ്ലോ മോഷനിൽ മിക്സ് ചെയ്യുക. അപ്പോൾ ഏകദേശം ഒരു റെയ്ത്ത പരുവത്തിലാട്ടോ ഈ സാധനം ഇരിക്കുന്നു കേട്ടോ. കണ്ടോ ഇതുപോലെ റെയ്ത്ത പരുവത്തിലേക്ക് ആ സാധനം കിട്ടും കേട്ടോ. ഈ സാധനം ഈ ഒരു പാകത്തിന് രൂപത്തിന് ഒക്കെ സെറ്റായ ശേഷം ഇനി നേരെ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ, ആ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട രണ്ടായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത ശേഷം ഇതുപോലെ അത്തപ്പൂക്കൾ ഇടുന്ന പോലെ ഇതുപോലെ ഭംഗിയായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക എൻ്റെ ചങ്ങാതിമാരെ. കണ്ടോ ഇതുപോലെ ഭംഗിയായിട്ട് അങ്ങ് ഇവനെ സെറ്റ് ചെയ്യുക. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കിടക്കാച്ചി റെസിപ്പിയാണ്. അപ്പോൾ ഒന്നും നോക്കട്ടെ, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു. സംഭവം എല്ലാവർക്കും ഇടും. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാട്ടോ. എന്നിട്ട് ഇതുപോലെ ചെറിയൊരു നോസ്റ്റ് പാൻ എടുത്ത് ചൂടാക്കുക. അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഇതുപോലെ സ്റ്റൈൽ അഴിച്ച് കൊടുക്കുക. എന്നിട്ട് ചെറിയ ജീരകം ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇട്ട ശേഷം അവനൊന്ന് മൂത്ത് വരുമ്പോൾ ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടി ഇട്ട ശേഷം ലേശം കാശ്മീരി ചില്ലിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം അവനൊന്ന് മൂപ്പിച്ചെടുക്കുക. ആ പച്ചച്ചോവയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും. ആ സ്മെല്ല് വരുന്ന സമയമാകുമ്പോഴേക്ക് ഇവനെ ഇതുപോലെ പൊക്കിയെടുത്ത് ഇതിലേക്കൊരു മറിക്കുക. എൻ്റെ ചങ്ങാതി മറിക്കുമ്പോൾ തന്നെ ഷൂന്ന് ഒച്ച കേൾക്കും കേട്ടോ. ആ ഷൂന്ന് ഒച്ച കേൾക്കുന്ന സമയത്ത് ഇതുപോലെ മൊത്തത്തിൽ ഇങ്ങനെ സ്ലോ മോഷനിൽ അങ്ങ് മിക്സ് ചെയ്യുക. സ്ലോ മോഷനിൽ മിക്സ് ചെയ്യാവുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അല്ല എല്ലാം കൂടെ മുട്ട എല്ലാം കൂടെ പൊട്ടി അതുപോലെ ഉണ്ണി ഒരു പരുവാവും, അതുപോലെ വെള്ളം ഒരു പരുവോ എല്ലാം കൂടെ ഒരു പരുവായി ഒരു പരുവാകും കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ സ്ലോ മോഷനിൽ ഈ സാധനം ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ചങ്ങാതി ഒരു സ്മെല്ല് വരാൻ തുടങ്ങും കേട്ടോ. ഓ ഇത് മാത്രം കൂടി നല്ല കിടുക്കാച്ച അപ്പം ഉണ്ടെങ്കിൽ അപ്പോ, ചപ്പാത്തി ഉണ്ടെങ്കിൽ ചപ്പാത്തിയോ, പൊറോട്ട ഉണ്ടെങ്കിൽ പൊറോട്ടയോ, നല്ല ചൂട് ചോറുണ്ടെങ്കിൽ ഇവനെ ഇട്ടൊരു പിടുത്തം പിടിച്ച ചങ്ങാതി സ്വർഗം. എന്നിട്ട് ലാസ്റ്റ് ഇതുപോലെ ഒന്ന് ഉപ്പ് വാരി വിതറുക. ഉപ്പ് വാരി വിതറിയ ശേഷം ലേശം കുരുമുളക് പൊടിയും കൂടെ വാരി വിതറുക. അത് ഓപ്ഷൻ ആട്ടോ, ഇട്ടില്ലേലും ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഇതിന് മുകളിലേക്ക് ഒരു കളർഫുള്ളിന് വേണ്ടി ലേശം കൊറിയാണ്ടറും കൂടെ ഇട്ട ശേഷം ഇവനെ ഒന്നും കൂടെ ഒന്ന് സ്ലോ മോഷൻ മിക്സ് ചെയ്യുക കേട്ടോ. ഓവറായിട്ട് മിക്സ് ചെയ്യല്. മുട്ടയായതുകൊണ്ട് എല്ലാം കൂടെ പൊടിഞ്ഞ് ഒരു പരുവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പറയും കുളമായല്ലോ എന്ന് പറയും. അതുകൊണ്ടാണ് സ്ലോ മോഷനിൽ ഇവനെ മിക്സ് ചെയ്യാവുള്ളതെന്ന് പറഞ്ഞത്. ഇവനൊന്ന് സ്ലോ മോഷൻ മിക്സ് ചെയ്ത ശേഷം അടുത്ത കലാപരിപാടിയാണ്. നമ്മുടെ നല്ല കിടക്കാച്ചി അച്ചാറുകളൊക്കെ വെച്ച ശേഷം ആ അച്ചാറ് കണ്ട ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു അപ്പം വെച്ചു. അപ്പത്തിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ മുട്ടക്കറി ഇതുപോലെ സ്ലോ മോഷൻ ഇട്ട് കൊടുക്കുക. ഇത് കാണുമ്പോൾ മൊത്തത്തിൽ കൊതിയാന്നില്ല എൻ്റെ ചങ്ങാതെ. നമ്മുടെ അച്ചാർ കൂട്ടി വേണം അപ്പോ ചപ്പാത്തിയോ പൊറോട്ടോ ഏത് വേണം കഴിക്കാം കേട്ടോ. അത് കൂട്ട് കിടക്കാച്ചി അച്ചാറുകൾ. അപ്പോൾ ഒന്നും നോക്കണ്ട, ഓർഡർ ചെയ്ത് വരുത്താൻ മറക്കല്ല എൻ്റെ ചങ്ങാതി. വരെ വാട്സപ്പ് നമ്പർ നമ്മുടെ പേജിൽ കിടപ്പുണ്ട്, അല്ലെങ്കിൽ അടിയിൽ കിടപ്പുണ്ട്. എന്നിട്ട് ഇവനെ കൂട്ടി ഒരു പിടുത്തം പിടിക്കാൻ